അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ DC സോൾഡറിങ്ങിനാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഒരു സോൾഡറിങ് ഞാൻ വർക്ക് ചെയ്യാൻ 12 വോൾട്ട് DC മതി. ഈ കാണുന്ന പോലത്തെ 3 ലിഥിയം ബാറ്ററി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സോൾഡറിങ് വർക്ക് ചെയ്യിക്കാം. അപ്പോൾ ഇതുപോലെ DC സോൾഡറിങ് നമുക്ക് ഷോപ്പുകളിലും അതുപോലെ ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും. ഞാനിത് വാങ്ങിയത് തൊടുപുഴ കിഷോർ ഇലക്ട്രോണിക്സിൽ നിന്നാണ്. 90 രൂപയാണ് ഈ ഒരു സോൾഡറിങ് ആണ്. അതിൽ ഞാനിത് വാങ്ങി ഉപയോഗിക്കുന്നതായിട്ട് ഏകദേശം 1 വർഷമായി. ഇതായിട്ടും കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. സാധാരണ എല്ലാവരും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഇതുപോലുള്ള കറണ്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന സോൾഡറിങ് ആണ്. അപ്പോൾ DC സോൾഡറിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ഇല്ലാത്ത സമയത്ത് സോൾഡറിങ് ചെയ്യാനും അതുപോലെ ഇലക്ട്രോണിക്സും അതുപോലെ റിപ്പയറിംഗ് ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ള ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ കറണ്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന സോൾഡറിങ് കൊടുക്കാൻ ചിലപ്പം അച്ഛനമ്മമാർക്കൊക്കെ പേടിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ DC സോൾഡറിങ് വാങ്ങി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ സേഫ് ആയിട്ട് ഉപയോഗിക്കാം. അത് ഈ സോൾഡറിങ് വളരെ ചെറുതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഹെവി ആയിട്ടുള്ള സോൾഡറിങ് നടക്കില്ല ഇതിൽ. അതുപോലെ ഞാനിവിടെ വാങ്ങിയൊരു DC സോൾഡറിങ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ബൈക്കിൻ്റെ ബാറ്ററിയിലാണ്. ഞാൻ കൂടുതലും സർവീസിന് അതായത് റിപ്പയറിംഗ് വർക്കിനൊക്കെ പോകുന്ന സമയത്ത് വഴിയിലൊക്കെ വെച്ചായിരിക്കും ആളുകളെ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ ഈ സോൾഡറിങ് വണ്ടിയുടെ ബാറ്ററിയിൽ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്ന പതിവ്. അതുപോലെ ലിഥിയം ബാറ്ററി പാക്ക് കൊണ്ടുപോയി ഞാൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ സോൾഡറിങ് ഈ ഒരു കേബിളിൻ്റെ എൻഡിൽ ചെറിയൊരു പിന്നുണ്ടായിരുന്നു, അത് ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ് ഉപയോഗിക്കാൻ എളുപ്പത്തിനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സോൾഡറിങ് ഉപയോഗിച്ച് സോൾഡർ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിന്ന് ഈ ഒരു സോൾഡറിങ് വർക്ക് ചെയ്യാൻ പോകുന്ന ഈ ഒരു ലിഥിയം ബാറ്ററി പാക്കിലാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത 12 വോൾട്ട് ലിഥിയം ബാറ്ററി പാക്ക്. നമ്മൾ ഇന്നലെ രാത്രി പെട്ടെന്ന് തട്ടിമുട്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ സോൾഡറിങ് അത്യാവശ്യം ഹീറ്റായി വരുന്നുണ്ട്. ഏകദേശം 1 മിനിറ്റോളം എടുത്തു കഴിഞ്ഞിട്ടാണ് നല്ല രീതിയിൽ ഹീറ്റായി വന്നത്. നല്ല ചാർജുള്ള ലെഡ് ആസിഡ് ബാറ്ററിയിലേക്കാണ് ഈ ഒരു അയൺ കണക്ട് ചെയ്യുന്നതെങ്കിൽ വേഗം തന്നെ ഹീറ്റായി കിട്ടും. നമ്മളിവിടെ ലിഥിയം ബാറ്ററി പാക്കിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് അയൺ ഒന്ന് ഹീറ്റാൻ കുറച്ച് താമസം എടുത്തത്. കാരണം നമ്മുടെ ലിഥിയം ബാറ്ററി പാക്കിന് ഏകദേശം 11.8 വോൾട്ടൊക്കെയാണ്. ലെഡ് ആസിഡ് ബാറ്ററി ആണെങ്കിൽ ഏകദേശം 12.5 വോൾട്ടൊക്കെ മിക്കതിൽ തന്നെ കാണും. അത്യാവശ്യം ചാർജ് ഉണ്ടെങ്കിൽ ഇനി നമുക്ക് ഈ ഒരു സോൾഡറിങ് ഉപയോഗിച്ച് നമുക്കൊന്ന് സോൾഡ് ചെയ്ത് കൂടി നോക്കാം. അപ്പോൾ AC സോൾഡറിങ്ങിൻ്റെ കൂടെ തന്നെ ഇതുപോലെ DC സോൾഡറിങ് കൂടി ഒരെണ്ണം വാങ്ങി വെക്കുകയാണെങ്കിൽ വളരെയധികം ഉപകാരപ്പെടും. കറണ്ട് ഇല്ലാത്ത സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും സോൾഡർ ചെയ്യാനോ അല്ലെങ്കിൽ റിപ്പയറിങ് ഇലക്ട്രോണിക്സ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിലും സേഫ് ആയിട്ട് ഉപയോഗിക്കാം. ഈ ഒരു സോൾഡറിങ് പ്രത്യേകിച്ച് വേറെ നോക്കാനൊന്നുമില്ല. 12 വോൾട്ടുള്ളൊരു ബാറ്ററി വേണം, പിന്നെ പോസിറ്റീവ് നെഗറ്റീവും കറക്റ്റായിട്ട് കൊടുക്കും. പിന്നെ ഈ ഒരു സോൾഡറിങ്ങിൻ്റെ ചെറിയ ടിപ്പ് ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഹീറ്റൊന്നും പ്രതീക്ഷിക്കുക. അത്യാവശ്യം നമുക്ക് ഇങ്ങനെയുള്ള വയറൊക്കെ സോൾഡർ ചെയ്യാൻ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാം. വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഈ ഒരു സോൾഡറിങ്ങിൻ്റെ 90 രൂപയാണായത്. ഞാനിത് വാങ്ങിയത് തൊടുപുഴ കിഷോർ ഇലക്ട്രോണിക്സിൽ നിന്നാണ്. ആമസോണിലും കിടപ്പുണ്ട്. ആമസോണിൽ ഏകദേശം 99 രൂപ റേഞ്ചുള്ളതൊക്കെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങി ഉപയോഗിച്ച് നോക്കാം. ഞാനിതിവിടെ ഉപയോഗിച്ചിട്ട് എക്സ്പീരിയൻസ് നല്ല രീതിയിൽ ഹീറ്റും കാര്യങ്ങളും കിട്ടണമെങ്കിൽ ഒരു 12 വോൾട്ടിനും 12.5 വോൾട്ടിനുള്ള ഒരു പവർ സപ്ലൈ കണക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ ഈ ഒരു സോൾഡറിങ് വർക്ക് ചെയ്യാൻ 1 ആമ്പിയർ താഴെ മാത്രമാണ് കറണ്ട് എടുക്കുകയുള്ളൂ. ഞാനിത് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസായിട്ട് ഇനി വീണ്ടും കാണാം. അതുപോലെ ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിച്ച ആ ഒരു ലിഥിയം ബാറ്ററി പാക്ക് അതുണ്ടാക്കുന്നതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്ത് കാണിക്കാം. അതുപോലെ നമുക്ക് ഇങ്ങനെയുള്ള ലിഥിയം ബാറ്ററി പാക്ക് ഉണ്ടാക്കാൻ മിനിമം വേണ്ടത് 3 ബാറ്ററിയാണ് വേണ്ടത്. 3.7 വോൾട്ടിൻ്റെ. അതുപോലെ തന്നെ BMS ബോർഡ് ഉപയോഗിക്കണം. 3 ബാറ്ററി മുതൽ 3, 6, 9 ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു കണക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ ലിഥിയം ബാറ്ററി പാക്കിന് പുതിയ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏകദേശം 7 വർഷത്തിന് മേളിൽ ലൈഫ് കിട്ടും. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.